നമുക്കറിയാം മലയാളത്തിൽ റീ റിലീസ് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ഹിറ്റാക്കിയ ചരിത്രമാണ് ലാലേട്ടനുള്ളത്. എന്നാൽ ഒരു കാര്യവുമില്ലാതെ ലാലേട്ടന്റെ ഒരു അനാവശ്യ റീ റിലീസ് വരുന്നു. ചിത്രം ഏതാണെന്നല്ലേ? റൺ ബേബി റൺ ആണ്. 2012 ഓണക്കാലത്ത് തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ജോഷിയുടെ റൺ ബേബി റൺ എന്ന ചിത്രം 13 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു റീ റിലീസ്. ആരാധകർ ഒന്നും ആഗ്രഹിക്കാത്ത ഒരു റീ റിലീസ് എന്ന് പറയാം. കാരണം റൺ ബേബി റൺ അങ്ങനെ ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയൊന്നുമല്ല. ദൃശ്യമാധ്യമ രംഗത്തെ പിടിവലികളും മറ്റും വിഷയമാക്കി വന്ന ചിത്രം തിയേറ്ററിൽ അന്ന് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു ഐക്കോണിക്കായ കഥാപാത്രം ഒന്നും തന്നെ ഇല്ലാത്ത റൺ ബേബി റൺ എന്തിനാണ് ഇപ്പോൾ റീ റിലീസ് ചെയ്യുന്നതെന്ന് അറിയില്ല. എന്തായാലും ഡിസംബർ 5 ചിത്രം തിയേറ്ററിൽ എത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. മോഹൻലാൽ ആരാധകർ ആരും തന്നെ ഈ ചിത്രത്തിന് വലിയൊരു വരവേൽപ്പ് നൽകുമെന്ന് തോന്നുന്നില്ല. ആരെങ്കിലും ഒക്കെ തിയേറ്ററിൽ പോയി കണ്ടാൽ അത് ഭാഗ്യമെന്ന് പറയാം. മോഹൻലാലിന്റെ റീ റിലീസിൽ ലൂസിഫർ മാത്രമാണ് കളക്ഷനിൽ താഴെ പോയത്. ലൂസിഫർ പക്ഷേ അങ്ങനെ ഒരു ആഘോഷിക്കപ്പെട്ട റീ റിലീസും ആയിരുന്നില്ല. 2019 ഇറങ്ങിയ ലൂസിഫർ എമ്പുരാന്റെ റിലീസിന് മുന്നോടിയായി ഒന്ന് തിയേറ്ററിൽ എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റ് ചെലവുകളൊന്നും ലൂസിഫറിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ റൺ ബേബി റണ്ണിൽ അങ്ങനെയല്ല. 13 വർഷങ്ങൾക്ക് ശേഷം മിലഞ്ചേരിൽ എന്തിനാണ് ഇത് തിയേറ്ററിൽ എത്തിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഉറപ്പായിട്ടും തിയേറ്ററിൽ ഒരു പരാജയപ്പെടുന്ന റീ റിലീസ് ആയിരിക്കും റൺ ബേബി റണ്ണിന്റെ എന്ന് ഉറപ്പാണ്.